മക്കളോട് സംസാരിക്കുന്നത് വലിയ കുഴവായിട്ടൊന്നും വിചാരിക്കണ്ട. മക്കളോട് സംസാരിക്കണം. നിങ്ങൾ സംസാരിച്ചെങ്കിലേ കോന്തപ്പം സംസാരിക്കും. ഒരു ശാസ്ത്രീയമായ സംഗതിയും കൂടിയുണ്ട്. വാട്സപ്പിലൂടെയാണ് എല്ലാവരും നശിച്ചു വന്നത്. എൻ്റെ ഭാര്യ നിങ്ങളെ ഭാര്യയെല്ലാം നശിക്കാൻ സാധ്യതയുള്ളതും തൂങ്ങി ഇരിക്കുന്നതൊക്കെ ഒളിച്ചോട്ടത്തിനൊക്കെ കാരണം ഇതാവും. അതിന് കാരണം ഒന്നുണ്ട്. ഒറ്റ കാര്യം കൂടി നിങ്ങൾ മനസ്സിലായിക്കോളി. ഒരു മനുഷ്യൻ നിങ്ങൾക്കും എനക്കും എല്ലാം ദിവസം 5000 വാക്ക് സംസാരിക്കണം. എത്ര വാക്ക് സംസാരിക്കണം ഒന്ന് പറഞ്ഞു നോക്ക്. എത്ര? 5000. നിങ്ങൾ സംസാരിക്കാറുണ്ടാ? സംസാരിക്കും. ഞാനും 5000 വാക്ക് സംസാരിക്കണം. എനക്കാണെങ്കിൽ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ 5000 കഴിഞ്ഞു. ഞാൻ രാവിലെ ഒരു ക്ലാസ് എടുത്തിന് ആടെയാവും. ഇപ്പൊ ഞാൻ 10,000 സംസാരിച്ചു കഴിഞ്ഞു. ഒരു മനുഷ്യന് സംസാരിക്കേണ്ട 5000 ആണ്. ഇപ്പൊ എൻ്റെ ഭാര്യ എൻ്റെ അവിടെ നിന്ന് 5000 പറയാൻ മുട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഓള് മക്കളോട് 2 വർത്താനം പറയണ്ട. പോയി പഠിക്ക്, പോയി തിന്നോ, ഇനി ഇങ്ങനെ നിന്നോ, അങ്ങനെ ഒരു 10 വാക്ക് അവൾ ആകെ പറയണം. മക്കളോട് പഠിക്ക്, തിന്ന് എന്നല്ലാണ്ട് വേറൊന്നും ഓള് സംസാരിക്കാറില്ല. വെളിമണ്ണ് അങ്ങനെയല്ല കേട്ടോ. ഭാര്യ മക്കളോട് മക്കളോ തങ്കുടു എന്നൊക്കെ വിളിക്കുന്നുണ്ടാവും. അങ്ങനെ 10 വാക്ക് മാത്രം സംസാരിച്ചിരിക്കുന്ന ഒരു ഭാര്യ ഉണ്ട് എൻ്റെ വീട്ടിൽ. 4990 വാക്കൊക്കെ ബാക്കിയുണ്ട്. ഞാനാണെ 10,000 സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യ തുടങ്ങുവോളാം 4990 അപ്പാട് കല്യാണം വന്ന് അപ്പാട് മിണ്ടാണ്ട് കിടയോ അന്നും വിളിച്ചിട്ടോ. ഇത് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല. അല്ല 4990 ഇങ്ങനെ മുട്ടുന്നാണല്ലോ. അങ്ങനെ എന്നോട് സംസാരിക്കാൻ പറ്റാതെ ഓട് സംസാരിക്കാമെന്ന് വിചാരിച്ച എൻ്റെ ഭാര്യയെ കട്ടുമ്പോൾ പോയി കിടക്കും. എന്നോട് ദേഷ്യം പിടിച്ചിട്ട് വാതിലടക്കുന്നു, വാട്സപ്പ് തുറക്കുന്നു. നോക്കുമ്പം അതിൽ കുറെ ഗ്രൂപ്പ് ഉണ്ടല്ലോ. 10ാം ക്ലാസ്സിൽ തോറ്റ ഗ്രൂപ്പ്, ബസ്സിന്റെ ഉള്ളിലെ ഗ്രൂപ്പ്, ബയ്യന്നെ നടന്ന ഗ്രൂപ്പ്, അങ്ങനെ കുറെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ബയ്യന്നെ നടന്ന ഗ്രൂപ്പിൽ 2-3 പച്ച കാണുന്നു. അപ്പോൾ അങ്ങോട്ട് ഹായ്, അപ്പോൾ പച്ച ഇങ്ങോട്ട് ഹോയ്, ഹായ് ഹോയ് ഹോയ്. 4990 ബയ്യന്റെ നടന്നവനോട് സംസാരിക്കും.